പിണറായി മന്ത്രിസഭയിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം മണിയെ ഉൾപ്പെടുത്താൻ സിപിഐഎം സംസ്ഥാന സമിതിയിൽ തീരുമാനം. ഇതോടെ മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കും. എം മണിക്ക് വൈദ്യുതി വകുപ്പ് നൽകാനാണ് സാധ്യത. കടകംപള്ളി സുരേന്ദ്രന് സഹകരണം, ടൂറിസം എന്നീ വകുപ്പുകൾ ലഭിക്കും. AC മൊയ്തീന് വ്യവസായവും കായികവും വകുപ്പുകളാണ് ലഭിക്കുക. വകുപ്പ് മാറ്റം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കുക മുഖ്യമന്ത്രിയാണ്. പിണറായി മന്ത്രിസഭയിലേക്ക് എം മണിയും EP ജയരാജൻ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉടുമ്പൻചോല MLA എം മണി എത്തുന്നത്. മന്ത്രിസഭയിൽ കടകംപള്ളി സുരേന്ദ്രൻ കൈകാര്യം ചെയ്തിരുന്ന വൈദ്യുതി വകുപ്പ് എം മണിക്ക് നൽകുമെന്നാണ് സൂചന. CPIM സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. CPIM സംസ്ഥാന സമിതി ഇത് സംബന്ധിച്ച് ശുപാർശ ചെയ്തതായും വകുപ്പുകൾ പുനഃക്രമീകരിക്കാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടതായും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പിണറായി വിജയൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുടെ ഒഴിവ് സഖാവ് EP ജയരാജൻ രാജിവെച്ചതിനെ തുടർന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒഴിവ് നികത്തണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടി നിശ്ചയിച്ചിരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് M മണിയെ മന്ത്രിസ്ഥാനത്തേക്ക് ശുപാർശ ചെയ്യാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. വകുപ്പുകളിൽ ആവശ്യമായുള്ള പുനഃക്രമീകരണം വരുത്താൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്നും സംസ്ഥാന താൽപര്യത്തിനായി വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുമെന്നും നിയുക്ത മന്ത്രി M മണി പ്രതികരിച്ചു. എന്നാൽ പറയാനുള്ളത് വെട്ടിത്തുറന്ന് പറയുന്ന തന്റെ തനതു ശൈലി ഇനിയും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും എന്നെ മന്ത്രിസഭയിൽപ്പെടുത്താൻ തീരുമാനിച്ചു, മന്ത്രിയാക്കാൻ തീരുമാനിച്ചു. പാർട്ടിയോട് എനിക്ക് അതിയായ സന്തോഷവും കടപ്പാടും ഉണ്ട്. അല്ല, വകുപ്പൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. അത് വരുന്നേ ഉള്ളൂ. എനിക്ക് എൻ്റേതായ ശൈലി വലിയ കുഴപ്പമൊന്നുമില്ല, അത് പോയിട്ടുണ്ട്. ഏത് വകുപ്പ് ഏൽപ്പിച്ചെന്നാലും നമ്മൾ ഒരു കൈ നോക്കും. അതേസമയം EP ജയരാജൻ കൈകാര്യം ചെയ്തിരുന്ന വ്യവസായം, കായികം, യുവജനക്ഷേമം വകുപ്പുകൾ മന്ത്രി AC മൊയ്തീന് നൽകുമെന്നാണ് സൂചന. നിലവിലെ വൈദ്യുതി ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനാകും പുതിയ സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രിയാവുക. ദേവസ്വം വകുപ്പ് കടകംപള്ളി തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. വകുപ്പ് പുനഃക്രമീകരണം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല. ഏതായാലും ബുധനാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ മന്ത്രിയായി M മണി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തോട്ടം തൊഴിലാളികളുടെയും മലയോര കർഷകന്റെയും സമര നേതാവിന് ഇനി മന്ത്രിപദവിയുടെ തിളക്കം. MLA എന്ന നിലയിലുള്ള ആദ്യ ടൈമിൽ തന്നെ മന്ത്രിപദവിയും തേടിയെത്തിയത് അർഹതയ്ക്ക് ലഭിച്ച അംഗീകാരമായി. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M മണി ഉടുമ്പൻചോല മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ് നിയമസഭയിൽ എത്തിയത്. മലയോര കർഷകന്റെയും തോട്ടം തൊഴിലാളികളുടെയും എക്കാലത്തെയും സമരനായകനായ M മണിക്ക് മന്ത്രിപദവി പുതുനിയോഗമാണ്. കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിൽ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച മണി നന്നേ ചെറുപ്പത്തിലാണ് മാതാപിതാക്കൾക്കൊപ്പം കുടിയേറ്റ നാടായ കുഞ്ചിത്തണ്ണീരെത്തിയത്. കുടിയേറ്റം ഒഴിപ്പിക്കലിനെതിരായ സമര പോരാട്ടങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ അണിചേർന്നു. 1966 22-ാം വയസ്സിൽ പാർട്ടി അംഗമായി. തുടർന്ന് ലോക്കൽ സെക്രട്ടറി, താലൂക്ക് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ച് നിലവിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. 2.5 പതിറ്റാണ്ടിലധികം കാലം മലയോര ജില്ലയിൽ CPIMനെ നയിച്ച M മണി കഴിഞ്ഞ സമ്മേളനത്തിലാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. 96-ലും 2016-ലും ഉടുമ്പൻചോലയിൽ നിന്ന് മത്സരിച്ച് മണി ആദ്യമായാണ് ഇക്കുറി നിയമസഭയിലെത്തിയത്. ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെയും കഠിന യാതനകളിലൂടെയും കടന്നുവന്ന ജീവിതമാണ് M മണിയുടേത്. മലയോര കർഷകന്റെ ജീവിത ദുരിതങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ നേതാവ്. അക്കാഡമിക് വിദ്യാഭ്യാസത്തിന്റെ ആടയാഭരണങ്ങളില്ലെങ്കിലും 7 പതിറ്റാണ്ട് നീണ്ട പൊതുജീവിതത്തിലൂടെ ആർജിച്ച അറിവാണ് മണിയാശാൻ എന്ന ജനകീയ നേതാവിന്റെ കരുത്ത്. രാഷ്ട്രീയ എതിരാളികളുടെ പകപോക്കലിനും വിമർശനത്തിനും വിധേയമായപ്പോഴും തന്റെ നിലപാടുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം മലയോര കർഷകന്റെ നാടൻ ശൈലിയിൽ ഒരു മടിയുമില്ലാതെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ 45 ദിവസം നീണ്ട ജയിൽവാസവും അനുഭവിച്ചു. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയത് പിന്നീടുള്ള ചരിത്രം. പാർലമെന്ററി രംഗത്തോട് എക്കാലത്തും അകലം പാലിച്ച M മണി സംഘടനാ രംഗത്തായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. MLA എന്ന നിലയിലുള്ള ആദ്യ ടൈമിൽ തന്നെ മന്ത്രിപദവിയും തേടിയെത്തിയത് അർഹതയ്ക്ക് ലഭിച്ച അംഗീകാരമായി. ലക്ഷ്മിക്കുട്ടിയാണ് ഭാര്യ. 5 പെൺമക്കളുണ്ട്. തോട്ടം തൊഴിലാളികളുടെയും മലയോര കർഷകന്റെയും സമര നേതാവിന് ഇനി മന്ത്രിപദവിയുടെ തിളക്കം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. M മണി മന്ത്രിസഭയിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വകുപ്പുകൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും ഏതു വകുപ്പായാലും നന്നായി പ്രവർത്തിക്കുമെന്നും കടകംപള്ളി തിരുവനന്തപുരത്ത് പറഞ്ഞു. മണിയാശാൻ തികച്ചും അർഹനായിട്ടുള്ള ഒരാളാണ്.
സംസ്ഥാന സമിതി ആ തീരുമാനം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വളരെ സന്തോഷമുണ്ട്. അല്ല, മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹം നിശ്ചയിച്ചതായിട്ട് നമുക്കറിയില്ല. ആർക്ക് ഏത് വകുപ്പ് കൊടുത്താലും ആ വകുപ്പിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് വേറെ ഒന്നും അല്ല. ഏത് വകുപ്പാണോ കൊടുക്കുക ആ വകുപ്പിൽ നിന്ന് നന്നായിട്ട് പ്രവർത്തിക്കുക. സഹകരണ മേഖലയെ സംരക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭം നടത്തുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മറ്റു പാർട്ടികളുമായി സംയുക്ത സമരത്തിന് തയ്യാറെന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയ പരിഗണനകളില്ലാതെ സഹകാരികളാകെ യോജിച്ചു നിന്നുകൊണ്ട് സഹകരണ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കണം. അതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാൻ CPIM സന്നദ്ധമാണ്. രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആരെയും മാറ്റി നിർത്താൻ ഇക്കാര്യത്തിൽ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും യോജിച്ച് ഒരു പൊതു പ്രക്ഷോഭണം സംഘടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ LDF പ്രത്യേകമായ പ്രക്ഷോഭ സമര പരിപാടിക്ക് രൂപം കൊടുക്കുന്നതായിരിക്കും. സംസ്ഥാനത്ത് നികുതി അടയ്ക്കാൻ പഴയ നോട്ടുകൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. നോട്ടിന്റെ ലഭ്യത ഉറപ്പാക്കും വരെ പഴയ നോട്ടുകൾ സ്വീകരിക്കും. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നാളെ സർക്കാർ പുറത്തിറക്കും. അടുത്ത മാസത്തെ ശമ്പള വിതരണം ചെയ്യാൻ സംസ്ഥാനത്തിന് പ്രശ്നമില്ലെന്നും എന്നാൽ ക്രിസ്മസ് ബോണസ് നൽകാൻ പ്രതിസന്ധിയുണ്ടെന്നും ധനമന്ത്രി അറിയിച്ചു. സഹകരണ ബാങ്കുകളെ കേന്ദ്ര സർക്കാർ കൈവിട്ടാലും സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്ന് ഐസക് ദില്ലിയിൽ പറഞ്ഞു. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പഴയ നോട്ടുകൾ സംസ്ഥാനത്തെ നികുതി അടയ്ക്കാൻ സ്വീകരിക്കുമെന്ന് തോമസ് ഐസക് അറിയിച്ചത്. ഇലക്ട്രിസിറ്റി ബിൽ മുതൽ KSRTC സീസൺ ടിക്കറ്റ് എടുക്കുന്നതിനും പഴയ നോട്ടുകൾ ഉപയോഗിക്കാം. പുതിയ നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കും വരെ ഇത് തുടരും. പുതിയ ഉത്തരവ് സർക്കാർ നാളെ പുറത്തിറക്കും. നാളെ അതിൻ്റെ ഉത്തരവ് ഇറക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ നികുതി, എല്ലാത്തരം നികുതികളും പ്രാദേശിക സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇനി പഴയ നോട്ടിൻ്റെ അടിസ്ഥാനത്തിലും സ്വീകരിക്കുന്നതാണ്. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തോടെ സംസ്ഥാന വരുമാനം കുത്തനെ കുറഞ്ഞെന്നും തോമസ് ഐസക് അറിയിച്ചു. എന്നാൽ അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കാൻ പ്രശ്നമില്ല. അതേസമയം ക്രിസ്മസ് ബോണസ് നൽകുന്നതിന് പ്രതിസന്ധിയുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ സഹകരണ ബാങ്കുകളോടല്ല മറ്റു ചില സംസ്ഥാനങ്ങളിലെ സഹകരണ ബാങ്കുകളോടാണ് കേന്ദ്ര സർക്കാരിന് ആശങ്കയെന്നും ധനമന്ത്രി അറിയിച്ചു. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം സുരക്ഷിതമായിരിക്കുമെന്നും തോമസ് ഐസക് ഉറപ്പ് നൽകി. കേന്ദ്രവും RBIയും കൈവിട്ടാലും സഹകരണ ബാങ്കുകളെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരികെ വാർത്തകളിലേക്ക്. സഹകരണ മേഖലയെ രക്ഷിക്കാൻ യോജിച്ച പ്രക്ഷോഭമാണ് ആവശ്യമെന്ന് മന്ത്രി AC മൊയ്തീൻ. ഇക്കാര്യത്തിൽ സുധീറിനുമായി സംസാരിക്കാൻ തയ്യാറാണ്. മുഹമ്മദ് സലീമിന്റെ പരാതി CPIMനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ല. ഇത് തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് ഉണ്ടായതെന്നും AC മൊയ്തീൻ പാലക്കാട്ട് പറഞ്ഞു. യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ജീവനക്കാരുടെ യോജിച്ച പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, തടസ്സമില്ല. KPCCയുടെ പ്രസിഡന്റ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് UDF ചർച്ച ചെയ്യട്ടെ, അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊരു ചെറിയ രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ഉണ്ടാകുന്ന പ്രയാസമെന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ സഹകരിക്കണം എന്നാണ് ഗവൺമെൻറ് നിലപാട്. അതിന് അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ അതുൾപ്പെടെ സംസാരിക്കാൻ ഗവൺമെൻറ് തയ്യാറാവും. പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആതിര സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. CPIMും DYFIയും ആതിരയുടെ വിവാഹത്തിന് സഹായം പ്രഖ്യാപിച്ചു. അതേസമയം പീപ്പിളിന്റെ ഇടപെടലിനെ അഭിനന്ദിക്കുകയാണ് അച്ചൻകോവിൽ നിവാസികൾ. പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ലൈഫ് ഫോർ ആതിര ക്യാമ്പയിനിനെ തുടർന്നാണ് ആര്യങ്കാവ് സർവീസ് സഹകരണ ബാങ്ക് ഭൂപണയ വായ്പ തുക ദേശസാൽകൃത ബാങ്കിലേക്ക് നിക്ഷേപിക്കാൻ തീരുമാനിച്ചത്. ഇതോടെ ആതിരയുടെ വിവാഹം മുടങ്ങുമെന്ന ആശങ്ക ഒഴിവായെങ്കിലും സംസ്ഥാനത്ത് തന്റെ കുടുംബത്തെ പോലെ നിരവധി പേർ ആശങ്കയിലാണെന്ന തിരിച്ചറിവാണ് ആതിരയെ പ്രധാനമന്ത്രിക്ക് കത്തയക്കാൻ പ്രേരിപ്പിച്ചത്. കള്ളപ്പണമോ നികുതി വെട്ടിപ്പോ അല്ലാത്ത പാവപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള സഹകരണ ബാങ്കിലെ നിക്ഷേപം പിൻവലിക്കാനുള്ള അവസരം ഒരുക്കണമെന്നാണ് ആതിര പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലൂടെ ആവശ്യപ്പെട്ടത്. ആകെയുള്ള 25 സ്ഥലം ബാങ്കിൽ കൊണ്ട് പണം വെച്ചു. അത് ബാങ്കിൽ നിന്ന് പണം കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ ഈ മാസം 20,000 തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്തതിനാൽ 20,000 തീയതി മേടിച്ചോളാന്ന് പറഞ്ഞു. ഇപ്പം കഴിഞ്ഞ ആഴ്ച ചോദിച്ചപ്പോൾ അവർ പറയുന്നു പണം എല്ലാം മരവിച്ചെന്ന് പറയുന്നു. അത് ഞങ്ങൾക്ക് കല്യാണത്തിന് യാതൊരു മാർഗങ്ങളുമില്ല. സഹകരണ ബാങ്കിൽ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ആതിരയുടെ കുടുംബത്തിനുള്ള പണയത്തുക നൽകിയതിലൂടെ തെളിഞ്ഞതെന്ന് പീപ്പിൾ TVയോട് കടപ്പാടുണ്ടെന്നും CPIM നേതാവും കാഷ്യൂ കോർപ്പറേഷൻ ചെയർമാനുമായ S. ജയമോഹൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയിലൂടെ
പുറത്തു വന്ന വാർത്തയാണ് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്തായാലും ബാങ്കിൽ ഇടപെട്ടപ്പോൾ അവർ ഇവരുടെ അക്കൗണ്ടിലേക്ക് തൊട്ടടുത്ത ദിവസം തന്നെ പണം മാറ്റാം, വിവാഹം മുടങ്ങാതെ നടത്താൻ അധികം ഒരു റിസ്ക് എടുക്കേണ്ടി വന്നാലും ഞങ്ങൾ സഹായിക്കാമെന്ന് പറയുന്ന ഒരു സമീപനം ബാങ്ക് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമീപനം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുജനത്തെ സമീപിച്ച് ആതിരയ്ക്കായി ഫണ്ട് സ്വരൂപിക്കുമെന്ന് CPIM DYFI നേതാക്കളും പറഞ്ഞു. #Live for ആതിര എന്ന പീപ്പിൾ ടിവിയുടെ ക്യാമ്പയിൻ ഫലം കണ്ടു. പക്ഷേ ഇവിടം കൊണ്ട് ഈ പ്രശ്നങ്ങൾ തീരുന്നില്ല. സമരമുഖം തുറക്കാൻ പോവുകയാണ് അച്ചൻകോവിൽ നിവാസികൾ. അച്ചൻകോവിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് പിതാവ് മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. തൊടുപുഴ മലങ്കര തോട്ടത്തിലാണ് നാടിനെ ആശങ്കയിലാഴ്ത്തിയ നാടകീയ സംഭവം അരങ്ങേറിയത്. ക്യാൻസർ ബാധിതനായ മകന് തുടർ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്നാണ് തൊടുപുഴ മലങ്കര തോട്ടത്തിലെ തൊഴിലാളിയായ ബിനുകുമാർ ആത്മഹത്യ ചെയ്യാൻ റബ്ബർ മരത്തിന്റെ മുകളിൽ കയറിയത്. തിരുവനന്തപുരം RCCയിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തി തുടർ ചികിത്സയിലായിരുന്നു ബിനുകുമാറിന്റെ നന്ദു എന്ന 9-കാരൻ. കടുത്ത പനിയെ തുടർന്ന് മലങ്കര തോട്ടത്തിലെ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിച്ചതോടെയാണ് പ്രശ്നം ഉടലെടുത്തത്. ഡോക്ടറുടെ യോഗ്യതയിൽ സംശയം തോന്നിയ ബിനുകുമാർ പ്ലാന്റേഷൻ അധികാരികൾക്ക് പരാതി നൽകി. ഇതോടെ കമ്പനി അധികൃതർ ഈ ഡോക്ടറെ തോട്ടം ആശുപത്രിയിൽ നിന്നും ഒഴിവാക്കി. രോഗം മൂർച്ഛിച്ചതോടെ മകനെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബിനുകുമാർ അനുമതി പത്രം ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നൽകാൻ കമ്പനി അധികൃതർ കൂട്ടാക്കിയില്ലെന്ന് തൊഴിലാളികൾ തന്നെ പറയുന്നു. പലപ്പോഴും ഇങ്ങനെ റെഫറൻസ് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മുൻപിരുന്ന ഡോക്ടർ റെഫറൻസിനായിട്ട് ആളുകൾക്ക് ചീട്ട് കൊടുക്കാറില്ലായിരുന്നു. മകന്റെ തുടർ ചികിത്സ നിഷേധിച്ച കമ്പനി ബിനുകുമാറിനെതിരെ പോലീസിൽ പരാതിയും നൽകി. ഇതോടെയാണ് ബിനുകുമാർ മണ്ണെണ്ണയും കയറുമായി റബ്ബർ മരത്തിന് മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കിയത്. ഏറെ നേരം പോലീസും സഹപ്രവർത്തകരും നടത്തിയ അനുരഞ്ജനത്തിനൊടുവിലാണ് ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും ബിനുകുമാർ പിന്മാറിയത്. പ്രശ്നത്തിന് നാളെ പരിഹാരം ഉണ്ടാക്കുമെന്ന് പോലീസ് ഉറപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നോട്ടുകൾ അസാധുവാക്കിയ നടപടി സംസ്ഥാനത്തെ അനാഥ മന്ദിരങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രതിസന്ധിയിലാക്കി. 2000-ലധികം വരുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ അന്തേവാസികളും ഇതോടെ പട്ടിണിയിലേക്ക് നീങ്ങുകയാണ്. സാധാരണക്കാർ നൽകുന്ന തുച്ഛമായ സംഭാവനകളാണ് ഈ സ്ഥാപനങ്ങളെ നിലനിർത്തുന്നത്. തെരുവുകളിൽ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന അനാഥരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന 100 കണക്കിന് വരുന്ന ആശ്രമങ്ങളാണ് നരേന്ദ്രമോദിയുടെ നോട്ടു പിൻവലിക്കലിലൂടെ പട്ടിണിയിലായിരിക്കുന്നത്. കയ്യും കാലും നഷ്ടപ്പെട്ടവരും മാനസിക അസുഖങ്ങളുള്ളവരുമാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ ജീവിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും ഉപേക്ഷിച്ചതോടെ ഇവരുടെ ജീവിതം തെരുവുകളിലായിരുന്നു. ഇവിടെ നിന്നും ഇവരെ ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിച്ച് പരിപാലിച്ചു വരുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പണം എത്തുന്നില്ല. സാധാരണക്കാരായ ജനങ്ങളും മറ്റും നൽകുന്ന തുച്ഛമായ സംഭാവനകളായിരുന്നു ഇവരുടെ ഒരു നേരത്തെ ഭക്ഷണം. ബ്രദർ മാത്യു ആൽബിൻ, ശാന്തി ഭവൻ. പട്ടിണിയിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നിവൃത്തിയില്ല. കാരണം ആരെങ്കിലും 100-500 രൂപ കൊടുത്ത് അത് ഇവിടെ കൊണ്ടുവരുന്നില്ല. ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വരുന്നില്ല. നേരത്തെ ആൾക്കാർക്ക് നാട്ടുകാരൊക്കെ 100 രൂപ, 200, 500, 50 ഒക്കെ ഇവിടെ തന്നിട്ടിരുന്നത്. ഇപ്പോൾ ഒറ്റ മനുഷ്യൻ വരുന്നില്ല ഇങ്ങോട്ട്. നോട്ടുകൾ പിൻവലിച്ചതോടെ പഴയ നോട്ടുകളും പുതിയ നോട്ടുകളും ഇപ്പോൾ ഇവരെ തേടി എത്താറില്ല. 2150 അനാഥാലയങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഈ സ്ഥാപനങ്ങളൊക്കെയും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ചില സ്ഥാപനങ്ങൾ ട്രസ്റ്റുകളും സൊസൈറ്റികളുമൊക്കെയായാണ് പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങൾ പഴയ നോട്ടുകൾ സ്വീകരിക്കാൻ പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നതോടെ തെരുവിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഈ പാവങ്ങളെ എങ്ങനെ പട്ടിണിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് സ്ഥാപന ഉടമകൾ. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കള്ളപ്പണം ഇല്ലാതാക്കാനെന്ന് പ്രചരിപ്പിച്ച് നോട്ട് അസാധുവാക്കിയ നടപടിയുടെ പൊയ്മുഖം വീണ്ടും തുറന്നുകാട്ടപ്പെടുന്നു. കള്ളപ്പണക്കാർ പേടിക്കേണ്ടതില്ല, നിങ്ങളെ സഹായിക്കാൻ പ്രധാനമന്ത്രി ഉണ്ടെന്ന BJP മന്ത്രിയുടെ പ്രസംഗം ചർച്ചയാവുകയാണ്. ഹരിയാനയിലെ BJP മന്ത്രിയായ മനീഷ് ഗ്രോവറാണ് വെളിപ്പെടുത്തൽ നടത്തിയത്. നോട്ട് അസാധുവാക്കിയത് അംബാനി, അദാനി തുടങ്ങിയവരെ നേരത്തെ അറിയിച്ചെന്ന് രാജസ്ഥാനിലെ കോട്ട ജില്ലയിലെ ലാത്പുര നിയമസഭാംഗം ഭവാനി സിംഗ് രജാവത്ത് വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഹരിയാനയിലെ BJP മന്ത്രിയായ മനീഷ് ഗ്രോവറുടെ പ്രസംഗം ചർച്ചയാകുന്നത്. കള്ളപ്പണക്കാരെ നിങ്ങൾ പേടിക്കേണ്ട, പ്രധാനമന്ത്രി മോദിജി നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് പ്രസംഗത്തിൽ മനീഷ് ഗ്രോവർ പറയുന്നു. काला धन कमाने वाले लोग हैं, उनको बर्बाद करने की जरूरत नहीं. देश के प्रधानमंत्री आपके साथ खड़े हैं, हरियाणा के मुख्यमंत्री आपके साथ खड़े हैं. जो भावना आपके मन में है कि ये
शुगर मिल और आगे बढ़े मुझे पूरा विश्वास है। കള്ളപ്പണക്കാരെ സംരക്ഷിക്കാൻ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറും മോഡിക്കൊപ്പം കൂട്ടായുണ്ടെന്നും മനീഷ് ഗ്രോവർ വ്യക്തമാക്കുന്നു. ഏത് ചടങ്ങിൽ നടത്തിയ പ്രസംഗമാണെന്നതുൾപ്പെടെ പ്രസംഗത്തിന്റെ ആധികാരികത വ്യക്തമല്ല. എന്നാൽ ഗ്രോവറിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 107ആയി. 150ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 50-ലധികം പേരുടെ നില ഗുരുതരമായതിനാൽ മരണസംഖ്യ ഉയർന്നേക്കും. പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസ് ആണ് പുലർച്ചെ 3 മണിക്ക് പാളം തെറ്റിയത്. റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നിന്നും 64 കിലോമീറ്റർ മാറി പുക്കറിയാനിലാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. പട്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 4 AC കോച്ചുകൾ ഉൾപ്പെടെ 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടു. യാത്രക്കാർ കൂടുതലും ഉറക്കത്തിലായതിനാലാണ് അപകടത്തിൽ ആളപായം വർദ്ധിച്ചത്. ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് മരിച്ചവരിൽ ഏറെയും. ഗുരുതരമായി പരിക്കേറ്റവരെ കാൺപൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആർമി ഡോക്ടർമാർ ഉൾപ്പെടെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും UP സംസ്ഥാന പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ പാതയിലോടുന്ന 13 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും 6 ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ലഭ്യമാക്കാൻ പട്ന റെയിൽവേ സ്റ്റേഷനിൽ സഹായ കേന്ദ്രം തുറന്നു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് റെയിൽവേ 3.5 ലക്ഷം രൂപയും ഉത്തർപ്രദേശ് സർക്കാർ 5 ലക്ഷം രൂപയും മധ്യപ്രദേശ് സർക്കാർ 2 ലക്ഷവും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഡിസൈനർ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും കലവറയായ ജോൻ ഡിസൈൻസിന്റെ ഷോറൂം കൊച്ചിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പാടിവട്ടത്ത് പത്മശ്രീ ഭരത് മമ്മൂട്ടി ജോൻ ഡിസൈൻസ് ഷോറൂം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം നഗരത്തിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജോൻ ഡിസൈൻസ് മുതൽക്കൂട്ടാകുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. ചലച്ചിത്ര താരം അമല പോൾ ആദ്യ വിൽപ്പന നിർവഹിച്ചു. തടത്തിൽ ഗ്രൂപ്പാണ് ജോൻ ഡിസൈൻസിന്റെ മുഖ്യ പ്രമോട്ടർ. മമ്മൂട്ടിക്കും അമല പോളിനുമൊപ്പം ജോബി ജോർജ് തടത്തിലും മക്കളും ഭദ്രദീപം കൊളുത്തി. ചീഫ് ഡിസൈനറും മാനേജിംഗ് പാർട്ണറുമായ ആൻമേരി ചെറിയാൻ, ഹൈബി ഈഡൻ MLA, BJP നേതാവ് N രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രേക്ഷകരുമായി 2 വാക്ക് സംസാരിക്കുന്നതിനും ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി അൽഷിഫ ഹോസ്പിറ്റലിൽ മലദ്വാര ക്യാൻസർ പരിശോധനാ വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. അൽഷിഫ MD ഡോക്ടർ ഷാജഹാൻ യൂസഫ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. പ്രവാസി മലയാളികൾ, IT പ്രൊഫഷണലുകൾ, വികലാംഗർ, BPL കാർഡ് ഉടമകൾ എന്നിവർക്ക് ചികിത്സാ ഇളവ് നൽകും. ഡോക്ടർ PC ജോസഫ്, ഡോക്ടർ ദിലീപ്, സുനിൽകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.